ഹൈ വ്യൂവേഴ്സ്, വിജീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു അടിപൊളി ഗുലാബ് ജാമുൻ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുന്നതായിട്ട് നമ്മുടെ തിൻ ആരോറൂട്ട് ബിസ്ക്കറ്റ് ഉപയോഗിച്ചിട്ടാണ്. ഒരു 15 ബിസ്ക്കറ്റോളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. അങ്ങനെ ആ ബിസ്ക്കറ്റുകൾ ഞാൻ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് പൊടിച്ചെടുത്തു. ഇനി ഒരു 2 ഗ്ലാസ്സോളം പാല് ഒഴിച്ചു കൊടുത്ത് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മളൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, പൊടി, അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ ഇതിന് ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പാൽപ്പൊടി കൂടി നമുക്ക് ചേർക്കാം കേട്ടോ. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇത്തിരി പാൽപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി യോജിപ്പിക്കുക. ഉരുട്ടുന്ന പാകം, അതിൽ നിന്ന് വിട്ടു പോകുന്ന പാകം ആകുമ്പോഴേക്കും നമ്മൾ തീ ഓഫ് ചെയ്യുക. എന്നിട്ട് നേരിയ ചൂടോടുകൂടി തന്നെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. കയ്യിൽ നെയ്യ് തടവിയിട്ട് വേണം നമ്മൾ ഉരുട്ടിയെടുക്കാൻ, അപ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കില്ല കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ, പഞ്ചസാര പാനി നമുക്ക് ഇതിന് ആവശ്യമുണ്ട്. അപ്പോൾ പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കണം. അതിലേക്ക് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്കൊരു 6 ടേബിൾ സ്പൂണോളം പഞ്ചസാര, നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് പഞ്ചസാര കൂടുതലുണ്ടാവുന്നതാണ് നല്ലത്. അതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ച് ഒരു കയ്യിലൊട്ടുന്ന പരുവമാണ് വരെ തിളപ്പിച്ചിട്ട് ഓഫ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് 2 ഏലക്ക കൂടി ഞാൻ പൊട്ടിച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബോൾസ് എണ്ണ, അതായത് വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്, വേറെ ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ ഉപയോഗിച്ച് ആ ബോൾസ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആകുമ്പോഴേക്കും വറുത്ത് കോരി എടുക്കുക. കണ്ടോ, ഞാൻ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വറുത്ത് വെച്ച ബോൾസിലേക്ക് ഈ പഞ്ചസാര മിക്സ് ലായനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ അടിപൊളി സൂപ്പർ ഗുലാബ് ജാമുൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.